ശില്പഭംഗിയുള്ള നടിയായിരുന്നു ഭാനുപ്രിയ. അഭിനയത്തിലും നൃത്തത്തിലും ഒരുപോലെ മികവ് പുലർത്തിയ ഭാനുപ്രിയ തമിഴ്, തെലുങ്ക് സിനിമകളിൽ അവസരങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു. ഹിന്ദി സിനിമാ രംഗത്ത് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. സൂപ്പർ താരങ്ങളുടെ നായിക നടിയായി ഭാനുപ്രിയ തിളങ്ങുകയും ചെയ്തു. ഭാനുപ്രിയയുടെ കോൾ ഷീറ്റിന് ഫിലിം മേക്കേഴ്സ് കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഭാനുപ്രിയ ചെയ്തിട്ടില്ല. അഴകിയ രാവണൻ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തുടങ്ങിയവയായിരുന്നു ഭാനുപ്രിയയുടെ ശ്രദ്ധേയ മലയാള സിനിമകൾ. മലയാളത്തിൽ ചെയ്ത സിനിമകളെല്ലാം ശ്രദ്ധേയ കഥാപാത്രമാണ് ഭാനുപ്രിയ ചെയ്തത്. അഴകിയ രാവണൻ മമ്മൂട്ടിക്കൊപ്പമായിരുന്നു ഭാനുപ്രിയ അഭിനയിച്ചത്. രാജശില്പിയിൽ എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പവും അഭിനയിച്ചു. മമ്മൂട്ടി, മോഹൻലാൽ, രജനികാന്ത് എന്നീ സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ച അനുഭവം പങ്കുവെച്ചുകൊണ്ട് ഭാനുപ്രിയ ഇപ്പോൾ ഒരു ടിവിക്ക് മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. എല്ലാവരും ലെജൻസ് ആണ്. മമ്മൂട്ടി സാർ ഒരുപാട് സംസാരിക്കാറില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാകും. പക്ഷേ അത്ഭുതത്തോടെ നോക്കിയ ആളാണ് താനെന്നും ഭാനുപ്രിയ അന്ന് വ്യക്തമാക്കി. മോഹൻലാലിൻ്റെ അഭിനയ മികവിനെയും ഭാനുപ്രിയ അന്ന് പ്രശംസിച്ചു. സാർ വളരെ നാച്ചുറൽ ആക്ടറാണ്. മലയാള സിനിമ എന്നും മുന്നിൽ നിൽക്കുന്നവയാണെന്നും ഭാനുപ്രിയ അന്ന് പറഞ്ഞിരുന്നു. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമയിൽ നർത്തകിയായി അഭിനയിച്ചതിനെക്കുറിച്ചും ഭാനുപ്രിയ സംസാരിച്ചിരുന്നു. നർത്തകിയാകുന്നത് എനിക്കെപ്പോഴും ആനന്ദമാണ്. നൃത്തവും സംഗീതവും ഞാൻ എപ്പോഴും ആസ്വദിക്കുന്നു. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ലഭിക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ഇപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രം വരുന്നേയില്ലെന്നും ഭാനുപ്രിയ പറയുന്നു. മറ്റു ഭാഷകളിൽ അഭിനയിച്ചാൽ മലയാളത്തിലേക്ക് എനിക്ക് ഓവർ ആക്ടിങ് ഉണ്ടായിരുന്നു. മറ്റ് ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നത് കണ്ടും സംവിധായകൻ പറഞ്ഞത് മനസ്സിലാക്കി മാറ്റം വരുത്തുകയായിരുന്നെന്ന് ഭാനുപ്രിയ അന്ന് വ്യക്തമാക്കി. ലൈംലൈറ്റിൽ ഇപ്പോൾ ഭാനുപ്രിയ കാണാറില്ല. സിനിമകൾ ചെയ്യാറില്ലെന്നല്ല തീരുമാനമാണ് ഭാനുപ്രിയ. ഇതേക്കുറിച്ച് ഭാനുപ്രിയയുടെ സഹോദരിയായ ശാന്തിപ്രിയ സംസാരിച്ചിരുന്നു. പ്രാധാന്യമില്ലാത്ത റോളുകൾ നൽകി ഭാനുപ്രിയ ചില കബളിപ്പിച്ചെന്നും അതിൻ്റെ നിരാശ ഭാനുപ്രിയയ്ക്കുണ്ടെന്നും ശാന്തിപ്രിയ തുറന്നു പറഞ്ഞു.